എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ ദീപു ആണെങ്കിൽ സിദ്ധുവിനെ വന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ സിദ്ധാർത്ഥിന് ആദ്യമൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും സിദ്ധു ആണെങ്കിൽ ദീപുവിൻ്റെ അടുത്ത് ക്ഷമിക്കാൻ തയ്യാറാകുകയാണ്. ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങി വരാൻ കാരണക്കാരി എൻ്റെ സുമിത്ര മാത്രമാണ്. സുമിത്രയോടൊപ്പം ശ്രീനിലയത്തിൽ താമസിക്കാം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ അവളുടെ നിലപാട് വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് സുമിത്രയെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്റെ ചേച്ചിയാണ് എന്നുള്ള കാര്യം ദീപുവിനോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം നീ എൻ്റെ സുമിത്രയോട് ചെയ്ത തെറ്റുകൾ അതിന് ഞാൻ ക്ഷമിക്കാം എന്നുള്ള നിലപാടിൽ നിൽക്കുക നമ്മുടെ സിദ്ധു. അപ്പം സിദ്ധു തന്നോട് ക്ഷമിച്ചതും ദീപുവിനാണെങ്കിൽ വലിയ ആശ്വാസമൊക്കെ ആയി. ദീപു പറയുന്നുണ്ട്, സിദ്ധുവേട്ട ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുമ്പം നീ നാളെ തന്നെ പരമശിവത്തെ ചെന്ന് കാണണമെന്നും പരമശിവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഞാനൊരു കാര്യം പറയാം, ആ കാര്യങ്ങളെല്ലാം പരമശിവത്തോടും പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ ദീപു സിദ്ധുവിന് കൈയൊക്കെ കൊടുത്ത് അവിടുന്ന് പിരിയാണ്. ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് അനന്യയും അതുപോലെ സ്വരമോളും നമ്മുടെ സുമിത്രയും കൂടി വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അപ്പം എത്തുന്ന സമയത്താണെങ്കിലോ മമ്മിയും അച്ഛമ്മയും പുറത്ത് നിന്നാൽ മതി, എന്തായാലും എൻ്റെ മമ്മീൻ്റെ വരവ് അതെൻ്റെ ഡാഡിക്ക് ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കണമെന്നും പറഞ്ഞ് സ്വരമോളാണെങ്കിലും സുമിത്രയെയും അതുപോലെ അനന്യയെയും അവിടെ നിർത്തിയിട്ട് അനിരുദ്ധിൻ്റെ കണ്ണ് പൊത്തുകയാണ്. അപ്പം അനിരുദ്ധാണെങ്കിലോ അച്ഛൻ്റെ മോൾ എത്തിയോന്ന് ചോദിച്ചിട്ട് സ്വരമോളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ വന്നു, ഡാഡിക്ക് നല്ലൊരു സർപ്രൈസും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ മോളെ നീ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അനിരുദ്ധ് ചോദിക്കുമ്പോഴത്തേക്കിനും അതൊക്കെയുണ്ട്, ഞാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കാവുള്ളൂ എന്നും പറഞ്ഞ് ആ കുഞ്ഞു കൈകൾ കൊണ്ട് നമ്മുടെ സ്വരമോള് അനിരുദ്ധിൻ്റെ കണ്ണ് പൊത്തുകയാണ്. അപ്പം എന്താ അനിരുദ്ധിൻ്റെ കണ്ണ് പതിയെ തുറക്കുന്ന ആ ഒരു സമയത്ത് കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യ തൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോഴത്തേക്കിനും അനിരുദ്ധിന് വലിയ സന്തോഷമൊക്കെ ആയി. അനന്യ നീ വന്നു അല്ലേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ തിരികെ വരുമെന്നുള്ള കാര്യം. എന്തായാലും എൻ്റെ അമ്മ വന്ന് വിളിച്ചപ്പോഴത്തേക്കിനും നിനക്ക് വരാൻ തോന്നിയല്ലോ എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അനന്യയ്ക്കാണെങ്കിൽ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. ശരിക്കും നമ്മുടെ അനിരുദ്ധ് കാണിച്ചത് ഒരു കൊടുംചതി തന്നെയാണല്ലോ. തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ആ തെറ്റിൻ്റെ ശിക്ഷ തനിക്ക് തന്നിട്ട് പോയതിൻ്റെ ഒരു ചെറിയ നീരസവും ദേഷ്യവും ഒക്കെ അനന്യയ്ക്ക് ഇപ്പോൾ അനിരുദ്ധിനോടുണ്ട്. അതുകൊണ്ട് തന്നെ അനന്യയാണെങ്കിൽ അവനോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കിനും എന്താ അനന്യ നീയൊന്നും മിണ്ടാത്തത്? എനിക്ക് മനസ്സിലായി, എന്നെയും കുഞ്ഞിനെയും ഒന്നും പിരിഞ്ഞ് അധികകാലം നിനക്ക് നിൽക്കാൻ സാധിക്കില്ല അല്ലേ? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ മടങ്ങി വന്നേന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിനും അനന്യ പറയുന്നുണ്ട്, അതെ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്വരമോളയും കൂട്ടി നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോയ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ടൊന്നും അല്ല ഞാൻ മടങ്ങി വന്നത്. ഞാൻ വന്നതേ എൻ്റെ സുമിത്രാമ്മ വിളിച്ചത് കൊണ്ടും എൻ്റെ സ്വരമോളുടെ സങ്കടങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ്. എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞു. ആ കണ്ണുനീര് കാണാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അമ്മയുടെ ഒപ്പം കുഞ്ഞിൻ്റെ ഒപ്പവും ഞാൻ മടങ്ങി വന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും അനിരുദ്ധിന് കുറച്ച് വിഷമമൊക്കെ ആയി. എന്നാലും തൻ്റെ ഭാര്യ തന്നോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് അവന്. ഇച്ചിരി എടുത്തുചാട്ടമൊക്കെ ഉണ്ടെന്നേ, ആ ഒരു പ്രശ്നമാണ് നമ്മുടെ അനിരുദ്ധിനുള്ളത്. അങ്ങനെതാ നമ്മുടെ സുമിത്രയാണെങ്കിൽ അല്ല, എന്തായാലും ഇനിയിപ്പോൾ അനന്യ വന്നത് കൊണ്ട് തന്നെ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഫുഡായിരിക്കും, അതുകൊണ്ട് രണ്ടുപേരും തയ്യാറായിട്ട് ഇരുന്നോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുമിത്രയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുമ്പോൾ ശീതള മോളെ നീ അമ്മേനെ ഒന്ന് സഹായിക്കാൻ വന്നതെന്നും പറഞ്ഞ് ശീതളിനെ വിളിക്കുകയാണ്. അപ്പോൾ ശീതളാണെങ്കിലോ സരസ്വതി അമ്മ വെച്ചു കൊടുത്ത തിരുപ്പനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ശീതൾ അങ്ങോട്ട് ചെല്ലാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പം എന്താടി മോളെ നിനക്ക് എന്താ പറ്റിയത്? അമ്മ ഏട്ടൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയൊന്നും എൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ലല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നേ എന്നുള്ള കാര്യം സുമിത്രയുടെ മുഖത്ത് നോക്കി ശീതൾ ഇങ്ങനെ ചോദിച്ചതും സുമിത്രയാണെങ്കിലോ, മോളെ അമ്മ ആരോടെ എന്ത് വേർതിരിവ് കാണിച്ചെന്നാ നീ പറയുന്നത്? അമ്മ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ സച്ചിനോടൊപ്പം മടങ്ങിപ്പോണോ എന്നുള്ള കാര്യം ശീതൾ ചോദിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ സച്ചിൻ്റെ കാര്യവും അതുപോലെ തന്നെ നിന്റെ ഏട്ടൻ്റെ ജീവിത രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അനന്യയെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ അതുപോലെയല്ല സച്ചിൻ ഒരുപാട് മാറാനുണ്ട്. അതുകൊണ്ട് അവൻ്റെ ആ ഒരു മാറ്റത്തിന് വേണ്ടി നീ കാത്തിരുന്നേ പറ്റുള്ളൂ. നിന്റെ അമ്മയിൽ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുമ്പം അമ്മ എനിക്ക് വിശ്വാസമൊക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളും ചില കാരണങ്ങളും ഒക്കെ ആലോചിക്കുമ്പോഴത്തേക്കിനും എനിക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട് അമ്മയെന്നും പറഞ്ഞ് അവൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനന്യ അങ്ങോട്ട് വരികയാണ്. അപ്പം അനന്യയെ കണ്ടതും പെട്ടെന്ന് തന്നെ ശീതളാണെങ്കിലോ ചേച്ചി വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി.
സന്തോഷമായി ചേച്ചി. എത്രയൊക്കെ വന്നാലും സ്വരമോൾക്ക് ഇപ്പോഴാണ് അവളുടെ ആ ഒരു സന്തോഷമൊക്കെ തിരിച്ചു കിട്ടിയത്. എന്തായാലും ചേച്ചി ഇനിയിപ്പോൾ പഴയതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. മോളെ ശീതളെ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഏട്ടത്തെ അറിഞ്ഞായിരുന്നു. എന്തായാലും നീ സച്ചിനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവനോടൊപ്പം തന്നെ പോകണമെന്നുള്ള കാര്യവും അനന്യ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സരസ്വതി അമ്മ, ദേ നീ ഇപ്പൊ കണ്ടല്ലോ സിദ്ധു നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ദേ നിന്റെ ഭാര്യ ആണെങ്കിൽ എല്ലാത്തിനും മുൻകൈ എടുത്തു, അനിരുദ്ധിന്റെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാക്കി. അത് അവളെ പോലെ ഉള്ളൊരുത്തിയെ വിചാരിച്ചിട്ടാണ് നീ ഈ നാട്ടിൽ നിന്ന് പോവാന്ന് വിചാരിക്കുന്നതെങ്കിൽ മോനെ, നീ എടുത്ത തീരുമാനം വളരെയധികം തെറ്റായ തീരുമാനം തന്നെയാണ്. ദേ അമ്മ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മോനൊന്ന് അനുസരിച്ച് നോക്ക്. നിന്റെ പണ്ടത്തെ സ്വഭാവം നീ ഒന്ന് എടുത്തു നോക്ക്. നിനക്ക് പണ്ടാണെങ്കിലും സുമിത്രയെ വേണ്ടെങ്കിലും മറ്റൊരുത്തി, അത് തന്നെ. ദേ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ജീവിക്കാൻ സാധിക്കും. നിനക്ക് ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കാൻ സാധിക്കും. നിനക്ക് സുമിത്രയെ ഇഷ്ടമല്ലാത്ത കൊണ്ടാണല്ലോ നീ വേദികയെ വിവാഹം കഴിച്ചത്. പോട്ടെ, അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോയി. ഇനിയിപ്പം നിനക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താന്ന് ചോദിക്കുക സരസ്വതി. അപ്പൊ സരസ്വതി അമ്മയുടെ ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ സിദ്ധുവിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാര്യം സിദ്ധാർത്ഥ് ഇപ്പൊ അത്രയധികം നമ്മുടെ സുമിത്രയെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദീപു ആണെങ്കിലോ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമശിവത്തോട് സംസാരിക്കാൻ വേണ്ടി അയാളെ ചെന്ന് കാണുകയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലോ, അല്ല എന്താണ് ദീപു നിന്റെ ഉദ്ദേശം? നിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നല്ലോ, നിനക്കത് ചെയ്തു തീർക്കാനായിട്ട് എന്താ ഇത്ര താമസം എന്ന് ചോദിക്കുക. അപ്പൊ തന്നെ സിദ്ധുവിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ദീപു പറയാണ്, അതെ സിദ്ധുവേട്ടനെ ഈ കാര്യത്തിൽ നിന്നും പിൻവലിപ്പിക്കാനൊന്നും ഞാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഞാൻ സുമിത്രേച്ചിയോട് കാണിച്ചത് വലിയ ചതിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പൊ പുറം തള്ളിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനേ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും പരമശിവാണെങ്കിലോ ദീപുവിനെ ഇങ്ങ് അടുപ്പിക്കുകയാണ്. ഇടിക്കാനായിട്ടാണ് കേട്ടോ. അങ്ങനെ പിടിച്ചതും പരമശിവത്തോട് ദീപു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പരമശിവം, ദീപു എല്ലാവരുടെയും മുന്നിൽ നല്ലതുപോലെ നിന്ന് കെഞ്ചുന്നുണ്ട്. നല്ല തെറ്റുകളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ അപേക്ഷിക്കേണ്ടിയൊക്കെ വരുന്നത്. അപ്പൊ പരമശിവത്തിനോട് ഇതുപോലെ കൈയൊക്കെ തൊഴുത് പിടിച്ചിട്ട് പറയുക, എൻ്റെ പൊന്നു പരമശിവം, നീ ചതിക്കരുത്. നിനക്ക് ഞാൻ തരാനുള്ള പലിശയും മുതലും അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തന്നു തീർക്കും. അതിനുള്ള ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ സിദ്ധുവേട്ടനെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതിയിലും ദീപുവിനോട് നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവന്റെ നീക്കങ്ങൾ ചുളിവിനറിയണം. അങ്ങനെ വന്നെങ്കിലല്ലേ ഉള്ളൂ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള മാർഗങ്ങൾ തനിക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമശിവത്തിന്റെ നീക്കങ്ങളെല്ലാം നീ മനസ്സിലാക്കി തന്നെ വേണം എൻ്റെ അടുത്തേക്ക് വരാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരമശിവത്തിന് നീ കൊടുക്കാനുള്ള തുക അത് ഞാൻ കണ്ടെത്തി തന്നിരിക്കും എന്നുള്ളൊരു വാക്ക് നമ്മുടെ സിദ്ധാർത്ഥ് കൊടുത്തിട്ടുണ്ട്. ഈ വാക്കിനെയൊക്കെ വിശ്വസിച്ചിട്ടാണ് പരമശിവത്തെ കാണാൻ വേണ്ടി ദീപു വന്നത്. ആദ്യമൊക്കെ തന്നെ ഈ കടത്തിൽ നിന്ന് ഒഴിവാക്കൂ എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ദീപു എനിക്ക് ആ പൈസയൊക്കെ തരാനായിട്ട് കുറച്ച് സാവകാശമൊക്കെ തരണം, അല്ലെങ്കിൽ ഞാൻ സിദ്ധാർത്ഥിന് ഈ നാട്ടിൽ നിന്നും വായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം തരണം എന്നൊക്കെ പറഞ്ഞ് പരമശിവത്തിന്റെ കാല് പിടിക്കുന്നത്. അപ്പം പരമശിവാണെങ്കിലും ഇവനെക്കാട്ടിലും വെട്ടിയ പുള്ളിയാണല്ലോ. അതുകൊണ്ട് തന്നെ പരമശിവൻ പറയുന്നുണ്ട്, ദീപു നിന്റെ വെളച്ചിലൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. നീ ആരാണെന്നും നീ ആർക്കൊക്കെ കഞ്ഞി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് നീ ഒരുപാട് സംസാരിക്കൊന്നും വേണ്ട. കളിക്കാതെ എൻ്റെ കാശ് പറയുന്ന ദിവസം പറയുന്ന സമയത്ത് എത്തിച്ചു തരണമെന്നുള്ള കാര്യം പറയുമ്പം സിദ്ധു പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ എത്തിച്ചിരിക്കും എന്നുള്ളൊരു വാക്ക് നമ്മുടെ ദീപു പരമശിവത്തിന് കൊടുക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്